ഒരു ദിവസം എന്താ അത്? എനിക്ക് വർക്കൗട്ട് ഒന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടാ. നേരത്തെ ചെയ്തായിരുന്നില്ല, അപ്പൊ അത് ആഹാ. ഒന്നുകൂടെ സ്റ്റാർട്ട്. അപ്പോ എന്നത്തേക്കാ എപ്പോഴാ എന്നത്തേക്കാ ഫ്രീ ഫ്രീ ആവോ? ആവുന്നെ? എന്നത്തേക്കാ? വീട്ടിൽ വന്നിട്ട് ചെയ്ത് കാണിച്ചു തന്നാ മതി. എന്നത്തേക്കാ? അല്ല, എപ്പോഴാ ഫ്രീ ആവുന്ന വെച്ചാ വന്നാ മതി. ഞാനിനിയിപ്പോ നാളെയും ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ നാളെയും മറ്റന്നാൾ ഞാൻ ഫ്രീ ആണ്. ഞാനുണ്ടെങ്കിൽ നാളെയും മറ്റന്നാളും ഇറങ്ങാം. നേരത്തെ ചെയ്തിട്ട് പിന്നെ നിർത്തിയപ്പോഴത്തേക്കും ഓക്കെ. ഒന്നും സെറ്റ് ആവുന്നില്ല. എന്നിട്ട് ഞാൻ അതിപ്പോ ചെയ്യുമ്പോ കുറച്ച് സ്റ്റെപ്സ് കുറച്ചൊരു ഉം, കുറച്ച് കണ്ടത് കാണിച്ചു തരാം. ആശ്വാസമാണ്. പ്രോപ്പറായിട്ട് ചെയ്യണം. അത് ഇപ്പൊ 2 ദിവസം ഞാൻ ചെയ്തിട്ട് പിന്നെ പോകുമ്പോഴേ പ്രശ്നം വരുന്നത്, പിന്നെ ചെയ്യാതിരിക്കുമ്പോഴേ പ്രശ്നം വരുന്നത്. അതെ അതെ, മനസ്സിലായോ? പിന്നെ നമ്മൾ ഡെയിലി ചെയ്യണം. പ്രോപ്പറായിട്ട് ഡെയിലി ചെയ്യുവാണെങ്കിൽ ഒരു മണിക്കൂർ മതി. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ഇങ്ങനെ ചെയ്യുമ്പോ ഭയങ്കര അതിനിപ്പോ ഞാൻ വരാം. നല്ലൊരു ഇതാ. ഈവനിങ് ഒക്കെ ഞാൻ ഫ്രീ ആണ്. ഉം. ഡേ ടൈമിലുള്ളവർ മിസ് എങ്കി ചെയ്യുന്നു. ഒരുമിച്ച് ചെയ്യാന്നാ. എന്നാ പിന്നെ നാളെയും മറ്റന്നാളും ഓൾറെഡി ഞാൻ വരുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ഈവനിങ് ഞാൻ വന്ന് ചെയ്യാം. ഉം. അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് കുഴപ്പിയിട്ട് പിന്നെ അങ്ങനെ ആവും. പിന്നെ അല്ല, പഴയ പോലെ എനിക്ക് തന്നെ ആവും. അതിന്റെ അതാണ് ഈ പിന്നെ പ്രശ്നം ഞാൻ വരുന്നത്. മറന്നു എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് കാണിച്ചു തന്നായിരുന്നു. ഒക്കെ നമുക്ക് ലേഡീസിന് പറ്റി. മെയിൻ ആയിട്ടുള്ളത് അന്ന് ഞാൻ കാണിച്ച ആ 2 സ്റ്റെപ്പ് ഇല്ലേ, ഉം. അത് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. അത് കുറച്ച് ടഫാ. അന്ന് അത് നമുക്ക് നാളെ മറ്റന്നാൾ നോക്കാം. ഉം. നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ലൈവായിട്ട് ചെയ്യുമല്ലേ, അപ്പൊ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അതിനകത്ത് എന്തൊരു ആദ്യം ഒത്തിരി ഹാർഡായിട്ടുള്ളത് വേണ്ട, ഹെവി ആയിട്ടുള്ളത് വേണ്ട. പിന്നെ പതിയെ പതിയെ അതിലേക്ക് ആ പോവാം. ആദ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് നോക്കാം. ഉം. എന്നിട്ട് പതിയെ പതിയെ മറ്റേ രണ്ടെണ്ണം നാളെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള 2 ഇല്ലേ, ഉം. അത് നമുക്ക് മെല്ലെ നോക്കാം. ആദ്യം സിമ്പിൾ സ്റ്റെപ്പ് നോക്കാം. ഒരു ഉം. 1-2 മണിക്കൂർ എടുത്ത് വേണം ചെയ്യാൻ. അതായിട്ട് സമയം ഉം. ഫ്രീ ആകണം. സമയെടുത്ത്. ആന്റി ഇപ്പം കിച്ചണിലൊക്കെ തിരക്കൊന്നും ഇല്ലല്ലോ. ഇല്ല ഇല്ല വൈകിട്ടാകുമ്പോഴത്തേക്കെല്ലാം ഇല്ല. അത് കുഴപ്പമില്ല. ഞാൻ രാവിലത്തെ ബിസി ചെറിയൊരു തിരക്കേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാ ചെയ്യാലോ. ഇപ്പൊ 2 ദിവസത്തേക്ക് അവിടെ ആരും ഇല്ലയോ? അങ്ങനെ വന്നാൽ കുഴപ്പമില്ലല്ലോ. ഇല്ല, ഫ്രീ കുഴപ്പമില്ല. ആയിരിക്കുമല്ലോ. ഫ്രീ ആണ്. അപ്പൊ അന്ന് വേറൊരു സ്റ്റെപ്പ് ചെയ്ത് ഓർമ്മയില്ല. അത് പെട്ടെന്ന് അങ്ങോട്ട് ഇല്ല, സെറ്റ് അത് ആയില്ല. എനിക്ക് ശരിക്കും വഴങ്ങുന്നില്ല ചെയ്യാൻ. മെയിൻ ആയിട്ടുള്ളൊരു ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരുവായിരുന്നെങ്കിൽ വന്നിട്ട് കാണിച്ചു തരാം. നല്ലതായിരുന്നു. ഉം. അത് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് ചെയ്യാൻ പറ്റിയ നല്ലതാണ്. നല്ല ഉം. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഉം. മനസ്സിലായോ? ചെയ്യാൻ പറ്റുവാണെങ്കിൽ. അപ്പൊ നമുക്ക് ആദ്യം ഒരു കുറച്ച് സ്റ്റെപ്സ് നോക്കിയിട്ട് പിന്നെ അതിലേക്ക് പോവാം. ഓക്കെ. ഒന്നെങ്കിൽ ഈവനിങ് ചെയ്യണം, അല്ലെങ്കിൽ മോർണിംഗ് ചെയ്യണം. മോർണിംഗ് ഫ്രീ അല്ലല്ലോ. മോർണിംഗ് ഫ്രീ ആണ്. ചെറിയ സമയം ഫ്രീ ആവും. അപ്പൊ എന്തായാലും ഏർലി മോർണിംഗ് ഒന്നും ഫ്രീ ആവത്തില്ലല്ലോ. ഇല്ല ഇല്ല. അതാ പ്രശ്നം. ഈവനിങ് അപ്പോ എപ്പോഴും ഫ്രീ ആവോ? ഞാനൊരു 5:30 തൊട്ട് അവൈലബിൾ ആണ്. ഫ്രീ ആണ്. അപ്പോ അന്നേരം 5:30 to നമുക്കൊരു അതെത്രയായാലും കുഴപ്പമില്ല. 8 മണിയോ രാത്രി വരെ ഇരിക്കാം. കുഴപ്പമില്ലല്ലോ. ഇല്ല ഇല്ല. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അത്. ഉം. പിന്നെ ഈ 2 ദിവസം വന്ന് പഠിപ്പിച്ചിട്ട് ചെയ്തിട്ട് പിന്നെ അത് ഉഴപ്പരുത്. ഉഴപ്പിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തന്നെ ആവും. ഉം. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. എനിക്ക് മറന്നു പോയതുകൊണ്ടേ ഒന്നുകൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാ പെട്ടെന്ന് സെറ്റ് ആക്കാന്ന് വിചാരിച്ചിട്ട്. അതെന്താ പറയുക, അത് ചെയ്യുന്ന സമയത്ത് ഓർത്ത് വെച്ചാൽ മതി. അത് ഉം. ഓർത്ത് വെച്ചിട്ട്, അതായത് ഓരോരോ ആംഗിള് ഓർത്ത് വെച്ചാൽ മതി. അത് പിന്നെ എളുപ്പമാവും. അത്ര ഉം. മറവി വരത്തില്ല. ഇപ്പൊ ഞാനിപ്പോ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആകും. അതാണ് ഒരു ഗുണമെന്ന് പറയുന്നത്. ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് ഇപ്പൊ. ബോഡിയൊക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കണം, അല്ല ഫിറ്റ് ആക്കണം. ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു അത് കാലൊക്കെ ഭയങ്കര വേദന പോലെ. അതൊക്കെ ശരിയാക്കാം.
അതൊക്കെ ശരിയാക്കാം, അതൊന്നും കുഴപ്പമില്ല. ഒരു 2 ദിവസം മുടങ്ങാതെ ഒരു 3-4 ദിവസം ചെയ്യുമ്പോ തന്നെ സെറ്റ് ആവും. പിന്നെ അങ്ങ് ചെയ്തോളൂ അല്ലേ? പിന്നെ അങ്ങ് ചെയ്തോളൂ. അത് മാത്രമല്ല, ഞാൻ പിന്നെ ഇനി ഡെയിലി അങ്ങനെയാണ് ഞാൻ ഡെയിലി വരാം, ഈവനിങ് വരാം. തനിയെ ചെയ്യുമ്പോഴേ മടി. ആരെങ്കിലും ഒരുമിച്ചുണ്ടെങ്കിൽ നല്ല. ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ഈവനിങ് എല്ലാ ദിവസവും ഈവനിങ് ഞാൻ വരാം. ഒരു 1 വീക്ക് ഡെയിലി വരാൻ പറ്റുമോ? ഒരു 1 വീക്ക് ഡെയിലി വരാം. ഫ്രീ ആവോ? 1 വീക്കോ 2 വീക്കോ വരാം, ഡെയിലി വരാം ഈവനിങ്. എന്നിട്ട് 4 ദിവസം എനി ടൈം. മറ്റന്നാൾ ഞാൻ ഫ്രീ ആണ്, ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് വരാം. നാളെ നിനക്ക് വരാൻ പറ്റാത്ത ദിവസം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. നാളെ രാവിലെ എന്തായാലും വരാം, നാളെ മറ്റന്നാൾ. എന്നിട്ട് നാളെ വൈകിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം. അപ്പൊ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാമല്ലോ, കുറെ സ്റ്റെപ്സ് നോക്കാം, നന്നായിട്ട് ചെയ്യാം, സമയമുണ്ടല്ലോ. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഈവനിങ് വരാം. വരുന്ന സമയം ഒന്ന് പറയണേ. പറയാം. ഞാൻ കഴിഞ്ഞ ദിവസമേ കണ്ടപ്പോൾ ഞാൻ ഓർത്തായിരുന്നു, എന്തോ പറ്റി ഇപ്പൊ ചെയ്യുന്നില്ലയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഓ, അത് അതിന് മൂഡ് സമയം ഓഫാ കിട്ടിയത്. ഇപ്പം ചെയ്യാത്തോണ്ട്. അത് സംസാരത്തിൽ അറിയാനുണ്ട്, ഒരു ഉഷാറില്ലായ്മ. അതിപ്പം 2 ഇത് കഴിയുമ്പത്തേക്ക് ശരിയായിക്കോളും, താനും ഉഷാറായിക്കോളും, കുഴപ്പമില്ല. ചെയ്യാതിരുന്നുള്ള ബുദ്ധിമുട്ട് പറഞ്ഞ ഈ ക്ഷീണം വരുവേ നന്നായിട്ട്. ഓക്കെ. ക്ഷീണം വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവും, പിന്നെ മൊത്തത്തിലൊരു തളർച്ചയായിരിക്കും, ഇൻട്രസ്റ്റ് ഒന്നും കാണത്തില്ല. അപ്പൊ ഇതിപ്പോ പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യാമെങ്കിൽ പിന്നെ ആ ഒരു ഇതിലങ്ങ് പൊക്കോളും. നോക്കിട്ടൊന്ന് എപ്പോഴും വരുമോന്ന് വെച്ചാ നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ അതിനുള്ള ഇതെല്ലാം എടുത്ത് വെച്ചേക്കണം, കാര്യങ്ങളൊക്കെ. ഓക്കെ. ഇതും ഞാൻ പിന്നെ ഓൾറെഡി അങ്ങനെ അതൊക്കെ സെറ്റ് ആക്കാം. ആയിരിക്കും വരുന്നത്, ആ ഒരു സെറ്റപ്പിലായിരിക്കും വരുന്നത്. ഞാൻ അതെല്ലാം ചെയ്ത് സെറ്റാക്കിയാൽ മതി, കുഴപ്പമില്ല. പിന്നെ എന്നിട്ട് നാളെ വരുമോ? നാളെ വരാം. നാളെയും മറ്റന്നാളും ഡേ ടൈമിൽ വരാം. ഓക്കെ. അതിന് ശേഷമുള്ള ദിവസങ്ങൾ ഈവനിങ് വരാം. പിന്നെ കുഴപ്പമില്ല. പിന്നെ വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കണം. വെള്ളം നന്നായി ഡ്രിങ്കിങ് നല്ലൊരു എനർജറ്റിക് ആണ്, നന്നായിട്ട് വെള്ളം കുടിക്കണം.